So, welcome to my YouTube channel back after കുറേ ദിവസങ്ങൾ. ഇപ്പോഴാണ് യൂട്യൂബ് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പം ഇന്നൊരു റാൻഡം സൺഡേ വ്ളോഗാണ്. ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, സോ ഓൾറെഡി ഇപ്പം തന്നെ സമയം 2:30 ഇപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നിയത്. സോ റൂം ക്ലീൻ ചെയ്യണം, അതേപോലെ സെൽഫ് കെയർ. ഇന്നൊന്ന് തലയിൽ എണ്ണയൊക്കെ വെച്ച് കുളിച്ച് ശുണ്ടരി കുട്ടപ്പി ആവണം. സമയത്ത് വരെ അത് ചെയ്യാം. അപ്പം കറൻ്റ്ലി റൂമിൻ്റെ അവസ്ഥ വന്നിട്ട് ദേ ഇങ്ങനെയാണ്. ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം എനിക്കെന്ന് പറയുമ്പോഴത്തേനും ആഴ്ച ഒരു ക്ലീനിങ് ആണ് എൻ്റെ പരിപാടി. കാരണം എൻ്റെ മൈൻഡ് എപ്പോഴെങ്കിലും ഒന്ന് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിൽ എൻ്റെ റൂം ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കും. എന്നെപ്പോലെ എത്ര പേരുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഓക്കെ ആകുമ്പോഴത്തേനും ഞാൻ ഇതേപോലെ എൻ്റെ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടായിരിക്കും റീസ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും. എനിക്ക് പൊതുവേ എല്ലാം ക്ലീൻ ആക്കി ഇടാനും ക്ലീനായിട്ടിരിക്കുന്ന കാണാൻ, ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുന്ന കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നെക്കൊണ്ട് അത് എപ്പോഴും പറ്റാത്തതിൽ എനിക്ക് നല്ലൊരു ഗിൽറ്റി ഫീലുണ്ട്. ആൻഡ് അങ്ങനെ ക്ലീൻ ആക്കാണ്ടിരുന്ന് കഴിഞ്ഞാലും എനിക്കിങ്ങനെ ഭയങ്കര റിഗ്രറ്റ് അടിക്കും, അയ്യോ ക്ലീൻ ആക്കിയില്ലല്ലോ, എന്തുകൊണ്ട് ക്ലീൻ ആക്കിക്കൂടാന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീനിങ് പ്രോസസ്സിങ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ റൂമൊക്കെ ഒരുവിധം നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തലയിൽ താളി തേക്കണം, അല്ലെങ്കിൽ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കണം. കാരണം എൻ്റെ മുടി വന്നതൊക്കെ ഒരു നല്ല ഫ്രിസി ഹെയർ ടൈപ്പാണ്. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചൊരു എഗ് ഹെയർ മാസ്ക് ഉണ്ടാക്കി ഇടാമെന്ന്. സോ നമുക്കത് ചെയ്യാം. പിന്നെന്താ, എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നാൾക്ക് ശേഷം എടുക്കുന്നുണ്ട്, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പറ്റിയാ നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യണം, ലോങ് വീഡിയോസ് ഇടണം, ഷോർട്സ് ഇടണം. ആഗ്രഹമുണ്ട്, എല്ലാം ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഡു മൈ ഹെയർ മാസ്ക്. നമുക്ക് പോയി കുറച്ച് ചെമ്പരത്തി ഇല പറിക്കാം തലയിലിടാനായിട്ട്. ഭ്രാന്തിനല്ല, താളിക്കാതെ. ഓക്കെ, ചെമ്പരത്തി എല്ലാം ആ സൈഡിലായിപ്പോയി, എനിക്കത് എത്തത്തില്ല പറിക്കാൻ. എങ്കിലും നമുക്ക് നോക്കാം പറിക്കാനായിട്ട്. തൽക്കാലം നമുക്ക് കുറച്ച് ഇല പറിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ അത്ര വലിയ ലോങ് ഹെയർ ഒന്നുമല്ല, പക്ഷേ ഒരു മീഡിയം ടൈപ്പ്. ഞാൻ ചെമ്പരത്തി പറിക്കാൻ മാത്രം കൂടെ വന്ന ആളാണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. എനിക്കറിയില്ല ബാക്കി പറയുന്നത് ഉണ്ടാക്കണമെന്ന്. ഞാൻ എല്ലാ ടൈപ്പും എടുക്കും, ചെമ്പരത്തിയിൽ ആയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. സോ നമ്മൾ ഇത്രയും പറിച്ചിട്ടുണ്ട്. ബാ, അതിന് മുന്നേ എനിക്കൊന്ന് കടയിൽ പോകണം. ലൈക്ക് 3 മണിയായി, വല്ലതും തിന്നണം. അപ്പോൾ നമുക്ക് കടയിൽ പോയിട്ട് എന്തെങ്കിലും മേടിച്ചിട്ട് വന്നിട്ട് തലയിലിടാം. അല്ലെങ്കിൽ പിന്നെ കുറേ നേരം ഇരിക്കേണ്ടി വരും. ഞാനൊരു 1 hour തലയിൽ മാസ്ക് വെച്ചിരിക്കാറുണ്ട്. സോ ഇപ്പോൾ പോയി മേടിച്ചിട്ട് വന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഹെയർ മാസ്ക് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ കടയിൽ പോയി ആ കൂട്ടത്തിൽ ഞാനൊരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ തലയിൽ താളി ഇടാം. ഞാൻ താളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്ത് ഹെയർ മാസ്ക് ഇടുന്നതിന് മുന്നേ തലയിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കുറച്ച് നേരം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഹെയർ പാക്ക് ഇടാറുള്ളൂ. കാരണം എൻ്റെ നല്ല ഫ്രിസി ആൻഡ് ഡ്രൈ ഹെയറാണ്. അപ്പം മാസ്ക് ഒക്കെ കൂടുതൽ ഇടുമ്പോഴത്തേനും ചിലപ്പോൾ ഇട്ട് കഴിയുമ്പോഴും ഒന്നും കൂടെ ഫ്രിസി ആവാനായിട്ടുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓയിൽ മെയിനായിട്ടും മസ്റ്റായിട്ടും ഞാൻ ഇട്ടിട്ടേ ഞാൻ എന്ത് മാസ്കും അപ്ലൈ ചെയ്യാറുള്ളൂ. ഓയിലും തേച്ച് മാസ്ക് ഇട്ട് കഴിയുമ്പോഴും നന്നായിട്ടൊരു മസാജ് മുടിക്ക് കൊടുക്കും. അത് കുറച്ചും കൂടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതുകൊണ്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുടിയിൽ നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 1/2 hour ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് വായിക്കാം. അപ്പം ബുക്ക് വായിച്ചിട്ട് വരാം. അങ്ങനെ നല്ലൊരു അടിപൊളി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്, പോൺസിൻ്റെ. എന്നിട്ട് അതൊക്കെ തേച്ച് ഇനി നമുക്ക് വിളക്ക് വെക്കണം. സന്ധ്യാസമയം ആവാറായി. വിളക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.